ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ്. കോർട്ട് മാസ്റ്റർ ഷോർട്ട് ഹാൻഡ്, സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന 3 പോസ്റ്റുകളിലേക്കായി ടോട്ടൽ 107 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസീസിൽ പിന്നീട് ചേഞ്ചസ് വന്നേക്കാം. സുപ്രീം കോടതിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. ദെൻ ഓരോ തസ്തികയിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻസും മറ്റ് ഡീറ്റെയിൽസും നോക്കാം. ആദ്യം തന്നെ കോർട്ട് മാസ്റ്റർ ഷോർട്ട് ഹാൻഡ് എന്ന പോസ്റ്റിനെ കുറിച്ച് പറയാം. ഈ ഒരു പോസ്റ്റിലേക്ക് 31 വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇന്ത്യയിലെ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള നിയമബിരുദമാണ് ആവശ്യം. ദെൻ പ്രൊഫഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് വിത്ത് എ സ്പീഡ് ഓഫ് 120 വേർഡ്സ് പെർ മിനിറ്റ് ആൻഡ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 40 വേർഡ്സ് പെർ മിനിറ്റ്. ദെൻ ഈ ഒരു പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിന് മാത്രമാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത്. മിനിമം 5 വർഷത്തെ റെഗുലർ സർവീസ് ഇൻ ദ കാഡ് ഓഫ് പ്രൈവറ്റ് സെക്രട്ടറി ഓർ സീനിയർ PA ഓർ സീനിയർ സ്റ്റെനോഗ്രാഫർ ഇൻ ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഈ ഒരു പോസ്റ്റിന് മാത്രമാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത്. കോർട്ട് മാസ്റ്റർ എന്നത് ഗ്രൂപ്പ് എ ഗസറ്റഡ് പോസ്റ്റാണ്. അടുത്തത് സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബിരുദമുണ്ടായിരിക്കണം. ദെൻ പ്രൊഫഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് വിത്ത് എ സ്പീഡ് ഓഫ് 110 വേർഡ്സ് പെർ മിനിറ്റ് ആൻഡ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 40 വേർഡ്സ് പെർ മിനിറ്റ്. അടുത്ത പോസ്റ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റിലേക്ക് 43 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്കും അപേക്ഷിക്കുന്നതിന് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബിരുദമുണ്ടായിരിക്കണം. ദെൻ പ്രൊഫഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് വിത്ത് എ സ്പീഡ് ഓഫ് 100 വേർഡ്സ് പെർ മിനിറ്റ് ആൻഡ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ വിത്ത് എ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 40 വേർഡ്സ് പെർ മിനിറ്റ്. ദെൻ ഈ പറഞ്ഞ 3 പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കുന്നതിനുള്ള ഏജ് റിക്വയർമെൻറ്റ്സ് നോക്കാം. 30 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് കോർട്ട് മാസ്റ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പേഴ്സണൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കും 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ഓരോ പോസ്റ്റിലേക്കുമുള്ള സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം. ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഷോർട്ട് ഹാൻഡ് ഇൻ ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇത്രയും സ്റ്റേജസിലൂടെ ആയിരിക്കും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയുണ്ടെന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേക്ക് 3 സെൻറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടോട്ടൽ 23 എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ കേരളത്തിൽ നിന്നുമുള്ള എക്സാമിനേഷൻ സെൻറ്റർ എറണാകുളം മാത്രമാണ്. ഓൺലൈനായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം 25-ാം തീയതിയാണ്. അടുത്തതായി ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫീസ് കൂടി നോക്കാം. ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST എക്സ് സർവീസ്മാൻ PH കാൻഡിഡേറ്റ്സ് ഡിപ്പെൻഡൻ്റ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് തുടങ്ങിയവർക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. സുപ്രീം കോർട്ടിൻ്റെ വെബ്സൈറ്റായ www.sci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷനുകൾ അയക്കേണ്ടത്. ഏതൊരു ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.